കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുമുറ്റം ഇതുപോലെ നല്ല മനോഹരമായിട്ട് നമുക്കും കിട്ടും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫിദ. എല്ലാവർക്കും ഫിദോസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇട്ട് നല്ല കുറച്ച് പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത്, എന്നാലും നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ്. അത് നല്ലോണം തന്നെയൊക്കെ സെറ്റൊക്കെ ചെയ്ത് നല്ലോണം തന്നെ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ബാക്കിലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പ്ലാന്റ്സ് ഒക്കെ സെയിലും ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് അത് ഇപ്പോൾ വെറൈറ്റീസ് ഒക്കെ മാത്രം ആക്കിയിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സും ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ നമ്പറും അതുപോലെ തന്നെ പേരൊക്കെ അടിയിലും ഇപ്പോഴും കാട്ടുണ്ട്. ബട്ടർഫ്ലൈ എന്നാണ് പേര്. അവിടെ തക്കാളിയൊക്കെ ഉണ്ടായി കിടക്കണ്ട് കേട്ടോ, നല്ല ചുമന്നൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതേ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുള്ളത്. റെഡും പിന്നെ വെള്ള കളറ് ചട്ടിയിലൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കലേരിയത്തിൻ്റെ വെറൈറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങിന് അന്ന് പോയില്ലായിരുന്നോ, അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ഒരു 3 വെറൈറ്റിയിലുള്ള കലേഡിയമും ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത വെറൈറ്റിയിലുള്ള കലേഡിയമും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീടുമുറ്റം ഒഴുക്കുമ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ അധികം വെയിൽ ഉള്ളാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ വെച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയൊക്കെ നല്ലോണം തന്നെ അറേഞ്ചൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു കളറൊക്കെ നല്ല ഒരു ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുമുറ്റം ഇതുപോലെ നല്ല മനോഹരമായിട്ട് നമുക്കും കിട്ടും.
പിന്നെ ചെടിയൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ബിഗോണീൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് 30 ഇടമാണ്. പിന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ ബിഗോണീൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ബിഗോണീൻ്റെ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലീഫാണ് അതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. അതിൻ്റെ ഓരോ വെയിൻസൊക്കെ പോകുന്നതും അതിൻ്റെ ഒരു കളറും അതൊക്കെയാണ് അതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. അതിന് ഫ്ലവർ വരും, എന്നാലും അതിനെ ഭംഗിയാക്കുന്നത് അതിൻ്റെ ലീവ്സ് തന്നെയാണ്. പിന്നെ ഈ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ കണ്ട അടിയിലായിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ എപ്പീഷ്യ ഉണ്ട്, ഫിറ്റോണി ഉണ്ട്, പിന്നെ കലേഷ്യ റിപ്പൻസ് വാരിഗേറ്റഡ് പ്ലാന്റ് ഉണ്ട്, കോട്ടൺ ക്യാൻഡി ഫേൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവിടുത്തെ ചെടിയൊക്കെ ഇങ്ങനെ പരിപാലിക്കുന്നത് ആരാണ്. അപ്പോൾ ഇവിടുത്തെ ഇത്തായാണ് ഈ ചെടിയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാം തന്നെ നല്ല ഭംഗിയിൽ നല്ല അടുക്ക് ചിട്ടിയോട് കൂടി തന്നെയാണ് എല്ലാം തന്നെ നല്ലോണം അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഒരു കമ്പ് ചെടിയെങ്കിലും വാങ്ങിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ വരുള്ളൂ. അപ്പോൾ അത്രയ്ക്കും തന്നെ ഇഷ്ടമാണ് ആയിത്താക്ക് ചെടിയോട്. ഇപ്പം ഞാൻ ഈ കാട്ടുന്ന പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ ഇതെല്ലാം തന്നെ വച്ചേക്കുന്നത് ആ വീടിൻ്റെ ആ സൈഡിലായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വിൽക്കാനായിട്ട് വച്ചേക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ കാണല്ലേ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അവരുടെ ബാക്ക് വശമാണ്. അപ്പോൾ ആ ബാക്ക് വശം പോലും ഒഴിവാക്കാതെയാണ് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ടൊക്കെ വച്ചേക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണവരില്ലേ, അപ്പോൾ അവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് ഒരു ബെൽ ബട്ടൺ വരും. അപ്പോൾ അതിൽ ഞെക്കി കഴിയുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അന്നത്രയാണ് ഞാൻ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി അടിയിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പ്ലാൻ ലവേഴ്സായിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക.
അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊച്ചു സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ ഒരുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്സ് നമുക്ക് കാണാം. കേൾക്കും. ബൈ.